എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ എന്ന് പറയുന്നതിന് ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ എത്ര എ വരുന്നുണ്ടോ അത്രയും തന്നെ ബി ഉണ്ടാകണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്ട്രിങ് ഇതാണെങ്കിൽ അതിൽ ഫസ്റ്റ് എ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, പിന്നെ ഒരു എ കണ്ടല്ലോ, അപ്പോൾ എത്ര എണ്ണം എ ഉണ്ടോ അത്ര എണ്ണം തന്നെ ബി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എ കാണുമ്പോൾ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ബി കാണുന്നത് വരെ നോക്കുക. അടുത്ത ബി കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഒരു എയും ഒരു ബിയും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, നെക്സ്റ്റ് എയും നോക്കണം, നെക്സ്റ്റ് ബിയും നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇനി അടുത്ത എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വീണ്ടും മൂവ്മെൻറ്റ് ഇങ്ങോട്ട് നീക്കണം. അതുകൊണ്ടാണ് ഇതിന് റൈറ്റിലോട്ടും മൂവ്മെൻ്റ് ഉണ്ട്, ലെഫ്റ്റിലോട്ടും മൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റീഡ് റൈറ്റ് ഹെഡിന്. അപ്പം നമുക്കിത് ഒന്ന് ജസ്റ്റ് എഴുതി കാണിക്കാം. എ എ എ, ബി ബി ബി, ബി. ഇതാണ് നമ്മുടെ സ്ട്രിങ്. സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഇവിടെ വരുന്നു, നമ്മൾ എന്ത് ചെയ്ത് എക്സ് എഴുതി, ബാക്കിയുള്ള ആ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് എഴുതി. അപ്പോൾ നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് എവിടെ വന്നു, ഈ എയെ നമ്മൾ എക്സ് ആക്കിയിട്ട് ഹെഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, ആദ്യത്തെ എ കണ്ടു കഴിഞ്ഞ് നെക്സ്റ്റ് ആദ്യത്തെ ബി കാണണം. അതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പം ഈ എയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ വയ്ക്കുക. നെക്സ്റ്റ് എയിൽ എത്തിക്കഴിഞ്ഞിട്ടും അവിടെയും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്തു, എ ബിയിൽ വന്നു. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യത്തെ എ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബി കാണുന്നവരെ നീങ്ങുക. അപ്പം നമ്മൾ ഫസ്റ്റ് ബി കണ്ടു. അപ്പം ബിക്ക് എക്സ്, എക്ക് നമ്മൾ എക്സ് എന്നും ബിക്ക് നമ്മൾ വൈ എന്നുമാണ് ഇത് കൊടുക്കുന്നത്, നൊട്ടേഷൻ കൊടുക്കുന്നത്, റീപ്ലേസ് ചെയ്ത്. അപ്പം നമ്മൾ ഈ ബിക്ക് എന്ത് കൊടുത്തു, ബിക്ക് നമ്മൾ വൈ എന്ന് കൊടുത്തു, ബാക്കിയുള്ളത് എഴുതി. ഇനി ഈ ബിക്ക് വൈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റീഡ് റൈറ്റ് ഹെഡ് എങ്ങോട്ട് മൂവ് ചെയ്യും, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഹെഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. കാരണം ആദ്യത്തെ എ കണ്ടുപിടിച്ചു, അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫസ്റ്റ് ബി കണ്ടുപിടിച്ചു. അതിനുശേഷം ഇനി വീണ്ടും ഈ സൈഡിലുള്ള നെക്സ്റ്റ് എ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് റീഡ് റൈറ്റ് ഹെഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് ഈ ബിക്ക് നമ്മൾ വൈ എന്ന് പേരിട്ടു, എന്നിട്ട് എങ്ങോട്ട് മൂവ് ചെയ്തു, റീഡ് റൈറ്റ് ഹെഡ് ഒന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി ഒന്നല്ല ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യേണ്ട, ഇങ്ങേ അറ്റം വരെ, അതായത് ഈ എക്സ് വരെ ഈ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീപ്ലേസ് എ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്തുണ്ട്, മറ്റൊരു എ ഉണ്ട്. അപ്പോൾ എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് ഈ ആരോ ഹെഡ് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും, ആരോ ഹെഡ് ഇവിടെ മൂവ് ചെയ്തു, പോരാ, വീണ്ടും ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ വീണ്ടും ആരോ ഹെഡ് എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ എക്സ്ട്രീം ലെഫ്റ്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ ആരോ ഹെഡ് എങ്ങോട്ടും, ഇത് ഇവിടെയൊക്കെ എന്താണ്, ലെഫ്റ്റിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. എക്സ്ട്രീം ഇതിലെത്തിക്കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, മൂവ്മെൻറ്റ് റൈറ്റിലോട്ടാവും. റൈറ്റിലോട്ടാവുമ്പം ഇവിടെ ഇനി വരുന്ന ആദ്യത്തെ, ഇപ്പോൾ ഓൾറെഡി ഇത് എക്സ് ആണ്, ഇനി ഇങ്ങോട്ടൊന്നുമില്ല. ഇനി നമ്മൾ നോക്കും, റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആദ്യം എ കണ്ടു, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ റീഡ് റൈറ്റ് ഹെഡ് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ ഈ എ നമ്മൾ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ റീഡ് റൈറ്റ് ഹെഡിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കും. റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, ഒരേ നമ്മൾ എക്സ് ഇട്ടു, ഇനി നെക്സ്റ്റ് ബി കാണുന്നവരെ റൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ ഒന്നും ചെയ്യാനില്ല, വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ബി കണ്ടു, വൈ കണ്ടു, ഒന്നും ചെയ്യാനില്ല, വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും എന്ത് സംഭവിച്ചു, ഒരു ബിയുടെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ ബിക്ക് എന്ത് കൊടുക്കണം, ഇവിടെ ഓൾറെഡി ഒരു എ റീപ്ലേസ് ചെയ്തു, ബിയെ റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മളൊരു എ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ ബിക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുക്കണം. അപ്പം എക്സ് എ വൈ ബി ബി. അപ്പോൾ ഈ ബിക്ക് കറസ്പോണ്ടിങ് ആണ് വൈ കൊടുത്തത്. വൈ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത്, റീഡ് റൈറ്റ് ഹെഡ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റീഡ് റൈറ്റ് ഹെഡ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എപ്പോൾ ബിയെ വൈ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം, ഇനി ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പോയാലേ ഇനി നെക്സ്റ്റ് എ എക്സ് ആക്കും. എക്സ് ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങേറ്റം മീൻസ് നെക്സ്റ്റ് എ എക്സ് ആക്കും, പിന്നെ വീണ്ടും തിരിച്ചു പോകും. അപ്പോൾ നമ്മളിവിടെ വൈയിലെത്തി, നമ്മൾ ഇനി ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് എക്സ് എ വൈ വൈ ബി ബി. അപ്പോൾ ഈ ആരോ എവിടെ വരും, ലെഫ്റ്റിലോട്ടാണല്ലോ പോകുന്നത്.
ഇവിടെ എത്തും. പക്ഷേ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യത്തില്ല. നമുക്ക് വീണ്ടും സംശയമാണ് ഇപ്പുറത്തോട്ട് എ ഉണ്ടോന്ന്. വീണ്ടും റീഡ് റൈറ്റ് ഹെഡ് എവിടെ എത്തും? ഇതാ YY BB. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ഓൾറെഡി 2 എ നമ്മൾ എക്സ് ആക്കി മാറ്റി, 2 ബിയെ Y ആക്കി മാറ്റി. ഇനി എത്ര എണ്ണം ഉണ്ട്? ഒരു എയും ഒരു ബിയും. അവരെ കൂടെ കറസ്പോണ്ടിങ് മാച്ച് ചെയ്യുന്ന രീതിയിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് സ്ട്രിങ് അക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നറിയാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് വന്നു. അപ്പോൾ എക്സ്. ഇനി നമുക്കറിയാം ഇനി ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം എക്സ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ലെഫ്റ്റിലോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് മൂവ് എന്ന് വെച്ചാൽ വീണ്ടും ലെഫ്റ്റിലോട്ട് പോട്ടെ. ഇവിടെയും നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം. ഇത് ഓരോരുത്തരുടെ ലോജിക്ക് അനുസരിച്ചുള്ള കൺസെപ്റ്റ് അനുസരിച്ച് മാറും. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ പൊസിഷൻ ഇവിടെ ഈ സ്റ്റെപ്പ് തൊട്ട് ഇനി എന്താ? ഇനി ലെഫ്റ്റിലോട്ട് പോകണ്ടല്ലോ. അപ്പോൾ റൈറ്റിലോട്ട് പോവാം. വീണ്ടും എക്സ് കണ്ടു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ വിടുക. പിന്നെ ഷിഫ്റ്റ് ചെയ്യുക. എ കണ്ടു. എ കണ്ടപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? എ കണ്ടപ്പോൾ നമുക്ക് എക്ക് പകരം എക്ക് റീപ്ലേസ് ചെയ്യണം. എക്ക് റീപ്ലേസ് ചെയ്തു എക്സ് വെച്ചിട്ട്. എന്നിട്ട് റീഡ് റൈറ്റ് ഹെഡിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് Y കാണുന്നു. Y കണ്ടു കഴിയുമ്പോൾ പിന്നെ എന്താണ്? Y കാണുമ്പോഴും ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട. Y കാണുമ്പോൾ നെക്സ്റ്റ് ഇവിടെ വരുന്നു. വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? ഈ ബിക്ക് പകരം നമ്മൾ Y വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ബിക്ക് പകരം നമ്മൾ Y വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. കൂടാതെ ഈ പിന്നെ ഹെഡ് എങ്ങോട്ടാണ് പോകേണ്ടത്? ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക്. ഇനി ഇത്രയും നേരം നമ്മൾ റൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റെപ്പിൽ ലെഫ്റ്റിലേക്ക് പോകണം. അങ്ങനെ ഇത് എക്സ്ട്രീം ലെഫ്റ്റ് വരെ പോവുക. എന്നിട്ട് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ റൈറ്റ് വരെ വന്ന് ബ്ലാങ്ക് സിമ്പിൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അക്സെപ്റ്റ്